വളരെ സന്തോഷമുണ്ട്. ചിക്കാഗോ രൂപതയുടെ 25ാം വർഷത്തിൽ, ഈ ജൂബിലി വർഷത്തിൽ ഇവിടുത്തെ കൺവെൻഷനിൽ വന്ന് ചേരാനും അഭിനന്ദ ജോയ് പിതാവിനോടും അങ്ങാടിത്തെ പിതാവിനോടും കൂടെ ചിക്കാഗോ രൂപതയിലെ എല്ലാ ദൈവമക്കളോടൊപ്പം ദൈവത്തിനെ മഹത്വപ്പെടുത്തി ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാനെല്ലാം വലിയ സന്തോഷമാണ്. കാരണം അച്ഛൻ 2007-8 ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ ഈ ചിക്കാഗോയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പല വിധത്തിലുള്ള ശുശ്രൂഷകളിൽ ഇവിടെ വ്യാപൃതനായിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഈ വിശ്വാസികളെക്കുറിച്ച് വലിയ മതിപ്പും സന്തോഷമാണ്. കാരണം ഇവിടുത്തെ അനേകം കുടുംബങ്ങൾ ഒരുപാട് ദൈവത്തെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളാണ്. പിന്നെ ദൈവത്തിന് ആവശ്യമുള്ള കുടുംബങ്ങൾ ഒരുപാട് പേര് ജെന്യുവനായിട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ ജൂബിലി വർഷത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ദേശത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ദൈവം സീറോ മലബാർ വിശ്വാസികളായ നമ്മളെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് നിശ്ചിതമായൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അതൊരു കാര്യമേ ഉള്ളൂ, ആത്മാക്കളുടെ രക്ഷ, പാപികളുടെ മാനസാന്തരം. ഈ ദേശത്ത് കർത്താവിനെ അറിയാത്ത അനേകം പേര് നമ്മളിലൂടെ സീറോ മലബാർ വിശ്വാസികളിലൂടെ കർത്താവിനെ അറിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിലൂടെ രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സീറോ മലബാർ വിശ്വാസികളുടെ സാന്നിധ്യം ഇവിടെ വന്ന് അതിനുശേഷം ഇവിടെ ഷാലോം ചാനലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഈ വലിയ മതിപ്പുള്ള ഒരു മിനിസ്ട്രിയാണ് ഷാലോം മിനിസ്ട്രി. അതുപോലെ മറ്റ് മിനിസ്ട്രികളെല്ലാം ഇവിടെ വരാൻ ഈ വിശ്വാസികളുടെ സാന്നിധ്യം കാരണമായി. അങ്ങനെ ഇതെല്ലാം ഇവാഞ്ചലൈസേഷൻ, അതായത് സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.